ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സാധന ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് VR സുരേഷ് കുമാറും തുളസിസും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തങ്ങളുടെ 2 ആൺമക്കളുടെയും വിവാഹം നടക്കേണ്ടതിന് വേണ്ടിയാണ്. പ്രത്യേകിച്ച് അവർ ദൈവഭയമുള്ള, ദൈവത്തെ അറിഞ്ഞ 2 പെൺമക്കൾക്കായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ആ അത്ഭുതത്തെ ചെയ്യേണ്ടതിനായിട്ട്. മൂത്ത മകൻ ഉന്നത വിദ്യാഭ്യാസവും നല്ല പൊസിഷനിലുമാണ് താൻ ജോലി ചെയ്യുന്നത്. എന്നാൽ താൻ ക്രിസ്ത്യ മാർഗത്തിലേക്ക് കടന്നു വന്ന മുഖാന്തരമായി തൻ്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ VS അഭിലാഷിന് വേണ്ടി 33 വയസ്സാകുന്നു. കർത്താവ് ഒരു ഭയങ്കര വിടുതൽ അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡുകൾ നടന്നു കഴിയുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുത വഴി ദൈവം തുറക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ 2ാമത്തെ മകൻ വിജയ് രാഘവനാണ്. 29 വയസ്സാകുന്നു. ആ മകന് വേണ്ടി കർത്താവ് ഒരു അത്ഭുത വഴി തുറക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ എത്ര പേരൊന്നും പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ, ദൈവത്തിൻ്റെ വലിയ കരം കാണുവാനായിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം പ്രിയരെ. ഹല്ലേലൂയ. കർത്താവ് സുരേഷ് ബറിനും തുളസിസുമായിട്ട് അത്ഭുതകരമായ വഴി തുറക്കട്ടെ. കണ്ണുകൊണ്ട് അടയ്ക്കാം. നമ്മുടെ ദൈവം കടക്കാരനല്ലല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡ് ഒരു അത്ഭുതമായിരിക്കും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സുരേഷ് ബ്രദറിനും തുളസിസുമായിട്ട് പ്രാർത്ഥിക്കും. ദൈവമേ, ഇവർക്ക് പ്രാർത്ഥനയിൽ ഒരു മറുപടി അങ്ങ് കൊടുക്കണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മൂത്ത മകൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സം മാറിയതിനായി സ്തോത്രം. തക്ക തുണ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവം ആദിമ മനുഷ്യന് വേണ്ടി തക്ക തുണയെ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ സുരേഷ് ബ്രദറിൻ്റെ മൂത്ത മകന് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. 2ാമത്തെ മകനെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇതൊരു വിടുതലാക്കണമേ അപ്പ. ദൈവത്തിൻ്റെ കരം, ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന 2 മക്കളെ ആ കുടുംബത്തിലേക്ക് അങ്ങ് അയക്കണമേ അപ്പ. കർത്താവെ, ഞങ്ങളുടെ ദൂതന്മാരെ ഏൽപ്പിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ വചനത്തെ അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമേ അപ്പ. ഇതൊരു അത്ഭുതമാക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വരാട്ടെ. മാർക്കോസിന്റെ സുവിശേഷം 5ാം അധ്യായമാണ് ഈ ചിന്തയ്ക്ക് ആധാരമായി നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഈ 5ാം അധ്യായത്തിന് മുമ്പേ ഒരു 4ാം അധ്യായമുണ്ട്. അതിൻ്റെ 35ാമത്തെ വാക്യം മുതൽ തുടങ്ങിയാൽ ഞാൻ വായിക്കുന്നില്ലെന്ന് പറഞ്ഞു പോവുകയാണ്. അന്ന് സന്ധ്യയായപ്പോൾ യേശുവും ശിഷ്യന്മാരും അക്കരയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ യാത്രയുടെ വഴിമധ്യത്തിൽ യേശു പടകിൽ അമരത്ത് തലകച്ച് ഉറങ്ങുകയാണ്. പക്ഷേ യേശു കൂടെയുണ്ട്. ഇന്ന് വൈകിട്ട് എന്നെ കേൾക്കുന്നവരെ, ഈ യാത്രയിൽ പല മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി കാണുന്നില്ല, ചിലതൊക്കെ സൈലന്റ് ആണ് എന്ന് തോന്നിയാലും കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവിനെ വിടരുത്. ഹല്ലേലൂയ. കർത്താവുമായിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. ആ നിലയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, കാറ്റ് വരാം, തിരമാലകൾ വരാം. ഹല്ലേലൂയ. ജീവിതത്തിൽ മുമ്പോട്ട് പോകത്തില്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാകാം. ആ തോന്നലുകൾ വരുന്ന സമയത്തെല്ലാം വീണ്ടും ആ ദൈവത്തോടൊന്ന് ചേർന്ന പടകിലുള്ള ദൈവത്തെ ഒന്ന് വിളിക്കുവാൻ, ഉണർത്തുവാൻ നീ തയ്യാറായാൽ നിന്റെ കൂടെയുള്ള ദൈവം ആരാന്ന് നീ തിരിച്ചറിയും. പ്രതികൂലത്തിനകത്ത് നിൽക്കുന്ന, പ്രശ്നത്തിനകത്ത് നിൽക്കുന്ന, മുമ്പിൽ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നീ ഒന്ന് ഹല്ലേലൂയ കർത്താവിനെ വിളിക്കാൻ തയ്യാറാകൂ. പടകിനകത്ത് യേശു ഉണ്ട് എന്നവർക്ക് ബോധ്യമുണ്ട്. അവർ കർത്താവിനോട് പറയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലേ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ തിരമാലയ്ക്കോ കാറ്റിനോ എൻ്റെ കർത്താവിൻ്റെ ഉറക്കത്തെ കെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് വൈകിട്ടത്തെ ആദ്യത്തെ ദൂതിലോട്ട് ഞാൻ കയറി വരികയാണ്. ലോകത്തിൻ്റെ ഭയങ്കരമായ ശക്തിയായ തിരമാലയ്ക്കോ കാറ്റിനോ എൻ്റെ കർത്താവിൻ്റെ ഉറക്കത്തെ കെടുത്താൻ പറ്റിയില്ല. പക്ഷെ തൻ്റെ ഭക്തന്മാർ ഒരു വാക്ക് നിലവിളിക്കുമ്പോൾ കർത്താവിത പടകിനകത്ത് എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് വൈകിട്ട് ഞാൻ ആരോടൊക്കെ ആദ്യത്തിൽ ദൂത് പറയുക, മുമ്പോട്ട് പോകാൻ പറ്റാത്ത ചിലവരെ നിലവിളിക്കകത്ത് സ്വർഗം വിട്ട് നിന്റെ അടുക്കലേക്ക് എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ലേശവും ഭയമില്ല കർത്താവേ.
ഹല്ലേലൂയ. എങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ ആരോടൊക്കെയോ ഹല്ലേലൂയ ദൂത് പറയുക, കൂടെ നടക്കുന്നവനും ഭയം വരത്തില്ല കേട്ടോ. ഏത് കുരുരാണെങ്കിലും. ഹല്ലേലൂയ. സങ്കീർത്തനം 23-ാം 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കുന്നവർക്കറിയാം, മലയാളത്തിൽ കൂരിരു താഴ്വര എന്ന് പറയുമ്പോൾ ഒറിജിനൽ ട്രാൻസ്ലേഷൻ മരണത്തിന്റെ നിഴൽ എന്നാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ മരണം മുമ്പിൽ കാണുന്നവരോടും പറയാം, ഭയം വരത്തില്ല. കാരണം സാക്ഷാൽ ജീവനായവൻ, സാക്ഷാൽ വഴിയായവൻ, അവൻ നിന്റെ കൂടെ നടക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ സമർപ്പിക്കാൻ പറ്റുന്നവർ ആ ദൈവ സാന്നിധ്യത്തിനകത്ത് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ഒരുമിച്ച്, ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവശബ്ദത്തിന് വേണ്ടി അതേപോലെ ദൈവത്തോട് ഇരിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, കൂടെ നടക്കുക. നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദൈവം ഉണ്ടെന്ന് നീ കാണാൻ പോവുകയാണ്. പ്രശ്നങ്ങളെക്കാൾ വലിയൊരു ദൈവശക്തി ഉണ്ടെന്ന് നീ അറിയാൻ പോവുകയാണ്. കൂടെ നടക്കുന്നതിനോട് ഞാൻ ഒന്നാമത്തെ ദൂത് ശ്രദ്ധിക്കാൻ പറ്റുന്നതിനുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. വഴിയടയ്ക്കുന്ന പ്രതികൂലങ്ങൾ നടുവിൽ, ബന്ധനങ്ങളുടെ നടുവിൽ അതിനെ അഴിച്ച് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. 2, ഭയം ലേശം വേണ്ട. കാരണം അത് മരണത്തിന്റെ നിഴലാണെങ്കിലും, അത് തിരമാലയാണെങ്കിലും, അത് കാറ്റാണെങ്കിലും എൻ്റെ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ട്. പക്ഷെ ഇന്ന് വൈകിട്ട് ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയാ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ, ദൈവത്തെ കൂടെ പിടിക്കുവാൻ ചിലവർ തീരുമാനമെടുക്കണം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നുകൂടെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങയുടെ ഹല്ലേലൂയ സ്പർശനം അനുഭവിക്കുവാൻ. എൻ്റെ ജീവിതത്തിനകത്ത് യേശു കഥയല്ല, മുത്തശ്ശി കഥയല്ല, എൻ്റെ അപ്പന് വേണ്ടി എന്തോ ചെയ്തോ, എൻ്റെ മാതാവിന് വേണ്ടി എന്തോ ചെയ്തോ എന്നല്ല. ഇന്ന് പകലത്തെ ഇതുവരെയുള്ള സമയത്തിനകത്തും ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, സാക്ഷ്യം കേട്ടിട്ടായിരിക്കുന്നത്, ദൈവം ജീവിക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ ഒന്ന് സമർപ്പിക്കണം. എന്താ സമർപ്പിക്കേണ്ടത്? കർത്താവെ, അങ്ങേ എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, അങ്ങേ അനുഭവിക്കണം, അങ്ങേ അറിയണം. ഓ ഹല്ലേലൂയ. ആഴത്തിൽ ഹല്ലേലൂയ, മുട്ടോളം പോര കർത്താവേ, അരയോളം പോര കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത ഒരു അനുഭവം അങ്ങനെയൊക്കെ ഉണ്ടോ പാസേ? ഉണ്ട്. വിശ്വസിക്കാമെങ്കിൽ ദൈവം നിന്നെ കരം പിടിച്ചുകൊണ്ട് നടത്താൻ തുടങ്ങും. എൻ്റെ ദൈവം നിന്നെ മുമ്പോട്ട് നടത്താൻ തുടങ്ങും. 97-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം ഹല്ലേലൂയ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. യഹോവയുടെ സന്നിധിയിൽ, ഇവിടെ എല്ലാം പ്രസൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. സർവഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ, സർവഭൂമിയുടെയും സകലത്തിന്റെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നതാണ് എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവർ ഒരുമിച്ച് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ മിനിറ്റിലൊന്ന് പ്രാർത്ഥിച്ച്, പർവ്വത സമാനമായ ചില വിഷയങ്ങൾ ഇന്ന് നിനക്ക് നിന്റെ ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോൾ അത് കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവശക്തി ഇറങ്ങിയെന്ന് പറയാൻ. ഹല്ലേലൂയ. യഹോവയുടെ സന്നിധിയിൽ ഹല്ലേലൂയ മെഴുകുപോലെ പർവ്വതങ്ങൾ ഉരുകി മാറുകയാണ്. കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പർവ്വത സമാനമായ ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ സാന്നിധ്യത്തിനകത്ത് നിൽക്കുമ്പോൾ, മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അല്ലെങ്കിൽ എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കർത്താവ് വന്ന് 6000 ഭൂതങ്ങളുള്ള ഗദരദേശക്കാരനെ ഫ്രീ ആക്കുന്നത് കാണാം. അവനിലൂടെ ദൈവിക ദൗത്യം നിവർത്തീകരിക്കപ്പെടുന്നത് കാണാം. തെക്കപ്പോരി ദേശം മുഴുവൻ സുവിശേഷം വെളിപ്പെടുന്ന അവനിലൂടെ അന്ന് കാണാം. ആ നിലകളിലെല്ലാം എനിക്ക് നിങ്ങൾക്കും അറിയാം. അതിന്റെ 22 തുടങ്ങിയ വാക്യങ്ങളിൽ പള്ളിപ്രമാണിയായ യായിറോസ് കർത്താവിന്റെ പാദത്തിൽ വന്ന് മുറുകെ പിടിച്ചുകൊണ്ട് പറയാണ്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുകയാണ്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, കുഞ്ഞുമകൾ അത്യാസനത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥന മുടക്കാതെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ പരസ്യത്തിലും രഹസ്യത്തിലും പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, മുടക്കരുത്. അതൊരപേക്ഷയായി ദൈവസന്നിധിയിൽ എപ്പോഴും വെളിപ്പെടണം. ഹല്ലേലൂയ. അപേക്ഷിക്കുന്നവർ ഒരിക്കലും ദൈവം ഉപേക്ഷിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് കൈപിടിക്കും. ഏതോ മേഖലകളിൽ നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ കണ്ണുനീരിൽ എൻ്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്ന് വൈകിട്ട് ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, അല്ലെങ്കിൽ അവൻ അപേക്ഷിച്ചു, വളരെ അപേക്ഷിച്ചെന്ന് എഴുതിയിരിക്കുന്നു. വന്ന കാൽക്കൽ വീണ് വളരെ അപേക്ഷിച്ചു. 24-ാമത്തെ വാക്യമായി എൻ്റെ ചിന്ത. ഈ 5-ാം അധ്യായം പഠിക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. 43 വാക്യങ്ങളാണ് ഈ 5-ാം അധ്യായത്തിലുള്ളത്. അതിനകത്ത് 22 വാക്യം മുതൽ ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിച്ചാൽ 2 വ്യക്തി ജീവിതങ്ങളെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 20 വാക്യങ്ങൾ ഗദരദേശത്തിലെ ഹല്ലേലൂയ ഒരു വ്യക്തി ജീവിതത്തെ വ്യക്തമായി വെളിപ്പെടുത്തി കാണിക്കുന്നു. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഈ 3 വ്യക്തി ജീവിതങ്ങളെ ലോകം ചെയ്യാത്ത നിലകളിൽ ദൈവം കൂടെ വന്നു വിടുവിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ അതിനകത്ത് ഹല്ലേലൂയ ഏറ്റവും വലിയ ആശ്ചര്യം എന്ന് പറയുന്നത്, ഈ 3 വ്യക്തികളിൽ 2 പേരെ പേര് പറഞ്ഞിട്ടില്ല.
എന്നാൽ ഒരാളുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഞാനും നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്ന പള്ളിപ്രമാണിയായ യായിറോസ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ആ മനുഷ്യൻ അത്രയും താഴ്ന്നത് കൊണ്ടാകാം, ആ പാദപീഠത്തിൽ മുറുകെ പിടിച്ചതുകൊണ്ടാകാം, തൻ്റെ മഹത്വമോ തൻ്റെ സമ്പത്തോ ഒന്നും ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാതെ കർത്താവ് മാത്രം ആശ്രയമെന്ന് കാണിച്ചതുകൊണ്ടായിരിക്കാം അവന്റെ പേര് പറയാൻ കർത്താവ് മടിക്കാഞ്ഞത്. ഹല്ലേലൂയ. ആ നിലയിൽ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ അപേക്ഷപ്രകാരം കർത്താവ് അവന്റെ കൂടെ പോവുകയാണ്. ഇന്ന് വൈകിട്ടത്തെ എൻ്റെ മെസ്സേജ് ഒത്തിരി വലുതൊന്നുമല്ല പ്രിയരെ, ഒത്തിരി തിയോളജിയോ ഒന്നൊന്നുമല്ല. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ അവന്റെ കൂടെ യേശു പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്ന കർത്താവിനെ, നിങ്ങളുടെ കൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ തിരിച്ചറിയുക. പുതിയ നിയമത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു, സകല സത്യത്തിലും എന്നെ നിങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വരാനുള്ളതിനെ അറിയിക്കുകയും ഹല്ലേലൂയ നമുക്ക് ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുകയും ചെയ്യുന്ന ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ സമർപ്പിക്കണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് വരാനുള്ളത് നിനക്ക് ബോധ്യം വരുത്തും, നിന്നെ വഴി നടത്തും. ഹല്ലേലൂയ. അറിയിക്കും. കർത്താവിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. അങ്ങനെ കൂടെ നടന്ന് മുമ്പോട്ട് പോയ യായിറോസ്. 24-ാമത്തെ വാക്യം എന്നെ ശ്രദ്ധിക്കുന്നവർ, അവനോട് കൂടെ പോയി വലിയ പുരുഷാരം പിരിച്ചെന്നു. ഹല്ലേലൂയ. അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ആ തലക്കെട്ടൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ കൂടെ നടക്കുക. ഹല്ലേലൂയ. യേശു കർത്താവ് ഇപ്പോൾ യായിറോസിന്റെ കൂടെ ഇതുവരെ വന്നത് ഒരു വലിയ പുരുഷാരത്തോടു കൂടെയാണ്. പക്ഷെ ഈ വാക്യം എഴുതിയേക്കുക, അവനോട് കൂടെ പോയി. പുരുഷാരത്തോട് കൂടെ പോയെന്നല്ല, ഞാൻ ദൂത് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. ആ പാദപീഠം ആശ്രയിച്ചവന്റെ കൂടെ എൻ്റെ കർത്താവ് പോവുകയാണ്. തന്നോട് അപേക്ഷിച്ചവന്റെ കൂടെ കർത്താവ് പോവുകയാണ്. ദൈവത്തോട് ബന്ധമുള്ള ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാ, എൻ്റെ കർത്താവ് നിന്റെ കൂടെ വരും. അറിയാം, നിന്റെ കുറവുകളെ തീർക്കാൻ, നിന്റെ ജീവിതത്തിൽ നന്മകളെ വെളിപ്പെടുത്താൻ. കൂടെ പടകിനകത്ത് കയറിയ പത്രോസിന്റെ പടകിനകത്ത് കയറിയവൻ ആ പടകിനെ ശൂന്യമാക്കിയില്ല കേട്ടോ. ആ പടകിനെ ലോകം ശൂന്യമെന്ന് വിളിച്ചതിനെ നിറച്ചു കർത്താവ്. ഹല്ലേലൂയ. കൂടെ ചെന്ന കർത്താവിന്റെ കരമാണ് ഞാൻ കാണുന്നത്. അറിയാം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം കാനാവിൽ കർത്താവ് ആ വീട്ടിനകത്ത് ചെന്നു. ഹല്ലേലൂയ. കർത്താവ് ചെന്നാൽ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് നിറവുകൾ വെളിപ്പെടും. ഇന്ന് വൈകിട്ട് ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ശൂന്യതകൾ മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒറ്റപ്പെടലുകൾ മാറാൻ പോവുകയാണ്. നിരാശ മാറാൻ പോവുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം ലോകം തരുന്ന സന്തോഷത്തെക്കാൾ വലുതായി നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 35-ാമത്തെ വയസ്സിൽ ജോലി വിട്ട് ഞാൻ കർത്താവിനെ സേവിക്കാൻ കാരണം ലോകം തരുന്നതിനേക്കാൾ വലുതെന്തോ ഉണ്ട് ഇതിനകത്തെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിന്റെ വിശ്വസ്തത ഹല്ലേലൂയ ഇന്ന് വൈകിട്ട് വെളിപ്പെട്ട് നിൽക്കുകയാണ്. വിളിച്ചവൻ വിശ്വസ്തനാണ്. ദൈവപ്രവൃത്തിയാണ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടും കർത്താവ് അത്ഭുതവാനാണ്. ആ ദൈവത്തിന്റെ കരം ഇതാ ചിലവരെ തൊടാൻ പോകുകയാണ്. എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് വൈകിട്ട് ചലഞ്ചായ കാര്യങ്ങളാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കൂടെ നടക്കുക, കൂടെ മുമ്പോട്ട് പോവുകയാണ്. അറിയാം, പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. പോകുന്ന വഴിയിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ഇന്ന് വൈകിട്ട് ചിലവരെ ജീവിതത്തിൽ കർത്താവിന്റെ കൂടെ നിങ്ങൾ നടക്കുന്നെങ്കിൽ നീ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരത്തിനായി സ്തോത്രം. ഇതാ യായിറോസ് 12 വർഷക്കാരിയുടെ സാക്ഷ്യം കാണുകയാണ്. നിങ്ങൾ ഇന്ന് വൈകിട്ട് വിശ്വസിക്കാൻ കൂടെ നടക്കുമ്പോൾ സാക്ഷ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, ഇതിനകത്ത് വന്ന് എല്ലാ ദിവസവും സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. ആ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും കരം ഉയർത്തിപ്പിടിച്ച് പറയണം, ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്തോട് പറ്റിയിരിക്കുന്നവൻ പകുതി മാർഗത്തിൽ അവസാനിക്കത്തില്ല. അതാ ഇന്നത്തെ എന്റെ മെസ്സേജ്. ദൈവം എത്തിക്കേണ്ടടുത്ത് അവനെ എത്തിച്ചിരിക്കും. ദൈവത്തോട് കൂടെ നടക്കുന്നവരോട് ആരൊക്കെ കേൾക്കുന്നവർ ചോദിക്കുന്നു, എന്താ പ്രയോജനം? നിന്നെ എത്തിക്കേണ്ടടുത്ത് എന്റെ കർത്താവ് എത്തിക്കും. ഒരു കാറ്റിനും നിന്നെ മുക്കാൻ പറ്റത്തില്ല. ഒരു പ്രതികൂലത്തിന് നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു തിരമാലയ്ക്കും നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റെ കൂടെ നടക്കുന്നത് ദൈവമാ. ഇതാ കൂടെ നടക്കുന്നവൻ അത്ഭുതത്തെ കാണുകയാണ്. അത്ഭുതങ്ങൾ കാണുമ്പോൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുക, അടുത്ത മണിക്കൂറിൽ ദൈവം ആഗ്രഹിക്കുന്ന, കേൾപ്പിച്ചവൻ ആഗ്രഹിക്കും, നീയും സാക്ഷ്യമാകണം, നീയും സാക്ഷ്യം പറയണം. ആ സാക്ഷ്യത്തിന് വേണ്ടി താൻ സ്നേഹിക്കുന്ന തന്റെ ഭക്തന്മാരോട് കൂടെ നടക്കുന്നവർക്ക് വേണ്ടി ചില എതിരുകളോ ചില പ്രതികൂലങ്ങളോ അവർ കണ്ടെന്നിരിക്കാം. പക്ഷെ അവിടെ വിട്ടിട്ട് ഓടിപ്പോകരുത്. ഹല്ലേലൂയ. അവിടെ തെള്ളിപ്പറഞ്ഞ് ഓടിപ്പോകരുത്. 34-ാമത്തെ വാക്യത്തിൽ സാക്ഷ്യം പറഞ്ഞു തീരുമ്പോൾ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വരിക. 35-ാമത്തെ വാക്യത്തിൽ നീ പ്രാർത്ഥിച്ച വിഷയം അവസാനിച്ചു, നീ കേട്ട വിഷയം അവസാനിച്ചു. എൻ്റെ ചിന്തയിൽ, എൻ്റെ ചോദ്യത്തിൽ യായിറോസെ നീ അകലം പ്രാപിച്ചോ? ഇന്ന് വൈകിട്ട് കൂടെ നടക്കാൻ ഉറപ്പുണ്ടെങ്കിൽ ഏത് വലിയ പ്രതികൂലത്തെയും എൻ്റെ ദൈവം ഹാൻഡിൽ ചെയ്യും.
ഏത് വലിയ പ്രശ്നത്തെ എൻ്റെ ദൈവം ഹാൻഡിൽ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ട് അധികം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കൂടെ നടക്കുന്നവൻ അനുഭവിക്കുന്ന പ്രതികൂലത്തെ അവനല്ല നേരിടാൻ പോകുന്നത്, അവനല്ല മറുപടി പറയാൻ പോകുന്നത്. എൻ്റെ ദൈവം മറുപടി പറയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുമെന്ന്. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, ഞാൻ അവന് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. അവൻ എൻ്റെ നന്മയെ ഞാൻ കാണിക്കും, എൻ്റെ രക്ഷയെ ഞാൻ കാണിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അറിയാം, വിടുവിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണ്. പറ്റിയിരിക്കുന്നവനെ വിടുവിക്കുന്നവൻ. എൻ്റെ കൂടെ ഈ മിനിറ്റിൽ നിങ്ങൾ സ്വീകരിക്കുന്നവർ മുഴുവൻ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. എൻ്റെ കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവുകയാണ്, എൻ്റെ ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു, ഒരു ദൈവിക വിടുതൽ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു ദൈവിക അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ ഇത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ജീവിതത്തിനകത്ത് കൂടെ നടന്നവന്റെ പടകില കാറ്റടിച്ചത്. ഹല്ലേലൂയ. കൂടെ കർത്താവ് കയറിയ പടകിൽ ശൂന്യത കണ്ടിരുന്നു. അറിയാം, കുറവില്ല, പ്രശ്നമില്ല എന്ന് റോയ് പാസ് പ്രസംഗിക്കത്തില്ല. പക്ഷെ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അനുവദിച്ചത്, നീ പ്രതികൂലം കണ്ടത്, അറിയാം, കർത്താവ് മാറിയെന്ന് പറയാനല്ല, നിരാശ പറയാനല്ല. അതിന്റെ പിന്നിൽ നീ ഒരു വലിയ സാക്ഷ്യം കാണാൻ പോവുകയാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാളും കൈവിടാത്ത കർത്താവിന്റെ സ്നേഹം. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പറയാം, പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് വൈകിട്ട് രോഗം അനുഭവിക്കുന്നവർ, വിഷമം അനുഭവിക്കുന്നവർ, അറിയാം, കർത്താവിനോട് കൂടെ നടക്കുമെന്ന് ഉറപ്പുള്ളവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറയാമോ? അറിയാം, എൻ്റെ ജീവിതത്തിനകത്ത് കൂടെ നടക്കുന്നത് കൊണ്ട്, ദൈവ സാന്നിധ്യം എല്ലാ ദിവസവും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, എല്ലാ പ്രശ്നങ്ങളിലും അവസാനം നന്ദി പറഞ്ഞ് കണ്ണുനീരോടാണ് ഞാൻ തീർക്കുന്നത്. കാരണം ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞാൽ നാവ് പോരാ കർത്താവേ നിന്റെ പ്രവർത്തിക്കായി. ഹല്ലേലൂയ. ശത്രുവും ലോകവും നോക്കി ഒത്തിരി പ്രാവശ്യം തീർന്നു എന്നെ നോക്കി പറഞ്ഞെങ്കിലും തീർന്നെന്ന് പറഞ്ഞെടുത്തെല്ലാം എഴുന്നേൽപ്പുകൾ കൊണ്ടുവന്ന കർത്താവ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അറിയാം, എൻ്റെ കൂടെ ആ 36-ാമത്തെ വാക്യം, കൂടെ നടക്കുന്നവനോട് കർത്താവ് പറയുക, ഞാൻ കൂടെ നടക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, എൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അറിയാം, 366 പ്രാവശ്യം ഭയപ്പെടരുതെന്നുള്ള വാക്ക് ബൈബിളിൽ വെളിപ്പെട്ട് നിൽക്കുക. എനിക്കും നിനക്കും ഓരോ ദിവസവും പറയാം, എൻ്റെ യേശു ഭയപ്പെടുത്തുന്നവനല്ല, ഭയപ്പാടുകൾ മാറ്റുന്നവനാണ്. ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഹല്ലേലൂയ, വീട്ടിൽ നാള് വന്ന് കണ്ടുറപ്പിച്ചതാ. പക്ഷെ യേശു പറയാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, കൂടെ വരുന്നവൻ ഭയപ്പെടുത്തുന്നവനല്ല, പ്രശ്നം പറഞ്ഞു തീർക്കുന്നവനല്ല. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒരു അത്ഭുതം കാണാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ മുഴുവൻ എൻ്റെ കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാമോ? യായിറോസിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ ലോകം ഇന്നുവരെയും കാണാത്ത നിലകളിൽ ആ വീട്ടിനകത്ത് അത്ഭുതത്തെ കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അറിയാം, മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് അതിന്റെ 42-ാമത്തെ വാക്യത്തിനകത്ത് തീർന്നെന്ന് പറഞ്ഞ് അവസാനിച്ചെന്ന് പറഞ്ഞെടുത്തത് അവർ ഒരു ദൈവശബ്ദം കേട്ടു. അറിയാം, കൂടെ വന്ന അറിയാം, യേശു അവനോടൊരു വാക്ക് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യേ. 42-ാമത്തെ വാക്യം പറയുന്നു, ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഈ വാക്ക് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകുക. കൂടെ നടക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് അറിയാം, ഇന്ന് ഞാനും നിങ്ങൾ കണ്ട സാക്ഷ്യത്തിനകത്ത് ഇന്ന് വൈകിട്ട് ആരോടൊക്കെ ഞാൻ ആത്മാവിൽ പറയുന്നു, ബലപ്പെട്ടിരിക്കുക, ഉറച്ചു നിൽക്കുക. ജീവിതം വിസ്മയമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ പുസ്തകം മുഴുവൻ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു പുസ്തകവും മാറ്റി നിർത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൂടെ നടന്നവർ, അവരുടെ ജീവിതം അത്ഭുതത്തിന് മുകളിലാണ്. ജീവിതം വിസ്മയമായി തീർന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ ബൈബിളിൽ നിന്ന് അല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ, അകന്നുപോയവന്, ഒറ്റിക്കൊടുത്തവന്, കുറ്റം പറഞ്ഞവന് മാത്രമേ ഉള്ളൂ, തെള്ളിപ്പറഞ്ഞവൻ മാത്രമേ ഉള്ളൂ. ഇല്ലാതെ കൂടെ നടന്ന് ആശ്രയിച്ചവനെ, അഗ്നിജാലയിൽ 4-അവനായി ഇറങ്ങിയവൻ, ഹല്ലേലൂയ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിൽക്കുന്നവന് മുമ്പിൽ ഹല്ലേലൂയ, ദാവീദിന് വേണ്ടി ഒരു കല്ലിന്റെ രൂപത്തിൽ വെളിപ്പെട്ടവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മുമ്പോട്ട് വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിന് മോശയ്ക്കും വേണ്ടി ഒറ്റ രാത്രിയിൽ കാറ്റിന്റെ രൂപത്തിൽ വെളിപ്പെട്ടവൻ. അറിയ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തിപ്പിടിച്ച് സിംഹത്തിന്റെ കുഴിയിൽ വാരിയ സിംഹത്തിന്റെ വായടയ്ക്കുന്ന നിലയിൽ വെളിപ്പെട്ടവൻ. ഈശാനമുള്ളിലെ ശാസിച്ചുകൊണ്ട് അവനെ ജയിപ്പിച്ചവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ, പത്മോസിൽ ഇറങ്ങി ആർക്കും കാണാത്ത വെളിപ്പാടിനെ തുറന്നു കൊടുത്തവൻ. ലോകം പറയാത്ത സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ, ജീവിതത്തിൽ വിസ്മയങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിരാശ പറയുന്നവരോടല്ല ഞാൻ ഈ പ്രസംഗിക്കുന്നത്.
കൂടെ നടക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആശ്ചര്യങ്ങൾ ചെയ്യുന്നവനാണ്. വിശ്വസിക്കാൻ പറ്റാത്ത സാക്ഷ്യങ്ങളെ കൊണ്ടുവരുന്നവനാണ്. അറിയാം, ദൈവത്തിന്റെ കൂടെ നിന്ന ദൈവശബ്ദം കേട്ട പ്രിയനായ ഹല്ലേലൂയ ലാസറിനെ ദൈവം ഒരധ്യായമാക്കി തീർത്തെങ്കിൽ, പുസ്തകമാക്കി തീർത്തെങ്കിൽ, ഒരധ്യായം എന്നൊക്കെ പറയുന്നത് വെറുതെ, ഒരു പുസ്തകമാക്കി തീർത്തെങ്കിൽ നീ വിശ്വസിക്ക. അറിയ, പ്രിയന ലാസർ 4 വാക്യത്തിൽ ഒതുക്കത്തില്ല. അറിയ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം മുഴുവൻ ലാസറിന്റെ അധ്യായമാണ്. അവിടെ കൊണ്ട് തീരത്തില്ല കേട്ടോ. 12-ാം അധ്യായം ആരംഭത്തിൽ കാണുകയാ, അവൻ പന്തിക്കിരിക്കുകയാണ്. നിന്റെ ജീവിതം ഒരധ്യായം കൊണ്ട് തീരത്തില്ല. എൻ്റെ കണ്ണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ റെറ്റിനയിൽ വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ട് അങ്ങ് മാറിയില്ല. അപ്പോൾ ലാസ്റ്റ് ജാനുവരിയിൽ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം, കാരണം അത് കൂടിയിട്ടുണ്ടെന്ന്. അതിനുശേഷം തന്നെ ജാനുവരി ലാസ്റ്റിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ജാനുവരി ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പം അതൊരു ഫുൾ മൂൺ സൈസിലായിരുന്നത്. ആ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഷീപ്പ് അതിപ്പം പൂർണ്ണമായിട്ട് ഒരു ഹാഫായി. അതുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അത് ഒരുപാട് കുറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു. ദൈവത്തിന് നാമത്തിന് മഹത്വം. അവർ 5 ഗ്രാം ചെയ്യണമെന്ന് ഉറപ്പിച്ചതായിരുന്നു. മെഡിക്കൽ സയൻസ് 5 ഗ്രാം ചെയ്യണമെന്ന് ഉറപ്പിച്ചതായിരുന്നു. ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുക. ആൻജിയോഗ്രാമിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരാനായിരുന്നു പറഞ്ഞത്. പക്ഷെ അടുത്ത ദിവസം പോയപ്പോൾ അത് എടുത്തിട്ട് പോയില്ല. അതിന് അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരത്തില്ല. ഒരുമിച്ച് കരമൊന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ഞാൻ ബ്രദറിനെ 3 മാസം മുമ്പാണ് കോൺടാക്ട് ചെയ്തത് ആദ്യമായിട്ട്. ബ്രദറിൻ്റെ പല മെസ്സേജസും ഞാൻ നേരത്തെ കേൾക്കുമായിരുന്നു. എനിക്ക് വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ ബ്രദറിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ബ്രദർക്കൂടെ ദൈവം എന്നെ അറിയിച്ചു. അത് വളരെ അസംഭവമായിട്ടുള്ള സംഭവമാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വൈഫും പിള്ളേർ പോലും ഇത്രയും ഷോർട്ട് ടൈമിൽ നടക്കത്തില്ല പോകുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് നല്ല കോൺഫിഡൻസും വിശ്വാസവും ഉണ്ടായിരുന്നു. അതിന് പ്രകാരം മുന്നോട്ട് പോയ കാര്യങ്ങളെല്ലാം ദൈവം ഡൽഹിയിലെ ഭവനത്തിൽ അത് സാധിപ്പിച്ചു തന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ വരാമായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് നടത്തി. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ, യാത്രയും അവിടുത്തെ താമസവും മടക്കയാത്രയിലെല്ലാം ദൈവം വലിയ അതിശയം പ്രവർത്തിച്ചു. അതിനൊരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അത് എത്ര വർഷമായിട്ട് ആഗ്രഹിച്ചത് പറഞ്ഞത്? ഏകദേശം 1 വർഷമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് വ്യക്തമായ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഇറങ്ങിത്തിരിക്കുന്ന ഉടനെയും അതിന് ടൈമൊക്കെ പോരാന്നുള്ളതായിരുന്നു ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഒക്കെ. പക്ഷേ എനിക്ക് പാസ്റ്റർ പറയാൻ എല്ലാ കാര്യങ്ങളും ദൈവം ഡേറ്റ് വെച്ച് എക്സാക്റ്റായിട്ട് പറഞ്ഞു. അതാണ് വലിയൊരു സംഭവം. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പാസ്റ്ററിനെ ഞാൻ കോൺടാക്ട് ചെയ്തതും പ്രാർത്ഥിക്കാനിടയായതും ഒക്കെ. ദൈവം വലിയ ചെയ്തു. പറഞ്ഞ ഡേറ്റുകൾക്ക് മുമ്പ് അറിയാം, മണിക്കൂറുകൾക്ക് മുമ്പേ കർത്താവ് അത് ചെയ്തു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം വന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇതൊരു സാധാരണ സാക്ഷ്യമല്ല. ഹല്ലേലൂയ. ഒരു പ്രോപ്പർട്ടിയുടെ സെയിലാണ്. താൻ ഇവിടെ നിന്നിട്ട് അവിടെ ഹല്ലേലൂയ കർത്താവ് അത് ചെയ്തത് ഓർത്ത് ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം വന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം ചെയ്ത വലിയ അത്ഭുതത്തിനായിട്ട് വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. 2024 ഉറപ്പോടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ഒരു ഭയങ്കര വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ ഇവരെ സ്പർശിക്കണമേ അപ്പാ. ഇവരുടെ ജീവിതത്തിനകത്ത് ഇല്ലായ്മകളിൽ, ഇവരുടെ ജീവിതത്തിനകത്ത് ഇനി ഭയങ്കര ഞെരുക്കമാതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ, മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുടെ മേളിൽ അങ്ങനെ സമൃദ്ധിയുടെ കരമക നീട്ടണമേ അപ്പാ. വിതച്ചാൽ കൊയ്യുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ ശക്തി ദൈവത്തിന് വേണ്ടി നിന്ന ഇവരെ അങ്ങ് തള്ളിക്കളയത്തില്ലല്ലോ അപ്പാ. ഉയർന്ന തലത്തിലോട്ട് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട്, ഹയർ ലെവലിലേക്ക് അങ്ങ് നടത്താൻ പോകുന്നതിനായിട്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ സീസൺ ആകട്ടെ അപ്പാ. ഞാൻ ഈ സമയത്ത് തന്നെ മനു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മനുവിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. ഞാൻ ഈ സമയത്ത് തന്നെ എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസിയുടെ ജീവിതത്തിനകത്ത് കണ്ണുനീരിൽ തീരാനല്ല ദൈവം വിളിച്ചത്. എൻ്റെ കുടുംബത്തിനകത്ത് ആകമാനം ഒരു മാറ്റം ദൈവം തരികയാണ്. ആത്മാവിൽ ഇപ്പോൾ എന്നെ കാണുന്ന കടബാധ്യതയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ് തകർന്ന, ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊരു പുതുക്കത്തിൻ്റെ സമയമാണ്. ഇതൊരു റെസ്റ്റോറേഷൻ്റെ സമയമാണ്. ഇതൊരു വിടുതലിൻ്റെ സമയമാണ്.
എൻ്റെ കർത്താവ് നിങ്ങളെ മടക്കി വരുത്താൻ പോകുന്നു. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തത്, ഇതുവരെയും കാണാത്തത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങട്ടെ. വലിയ വലിയ വാതിലുകൾ തുറക്കട്ടെ. വലിയ ദൈവപ്രവർത്തികൾ ഇവർ കാണട്ടെ. കർത്താവെ, ഞാൻ സൈമണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈമൺ ജീവിതത്തിനകത്ത് തീർന്നു എന്ന് പറയേണ്ട, ദൈവം വർധനവിൻ്റെ ദൈവമാണ്. ദൈവം ഹാർവസ്റ്റിൻ്റെ ദൈവമാണ്. ദൈവം തീർന്നെടുത്തുനിന്ന് നിങ്ങളെ കരം പിടിച്ച് മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. കർത്താവെ, ചില കുടുംബങ്ങൾ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിൽ കാണുന്നവരുണ്ട്. ലോൺ അടയ്ക്കാൻ പറ്റാത്തവരുണ്ട്. ജീവിതത്തിനകത്ത് വഴികൾ അടഞ്ഞവരുണ്ട്. തലമുറയുടെ വിടുതലില്ലാത്തവരുണ്ട്. കർത്താവെ, അവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ അസ്ഥി താഴ്വരയിൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തി ഇവർക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വലിയ മറുപടികൾ സംഭവിക്കട്ടെ. യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആണിപ്പാടുള്ള കരം അനേകരെ തൊടുകയാണല്ലോ. ഇപ്പോൾ വീടിനകത്ത് നിൽക്കുന്ന മദ്യപാന ശക്തികൾ മാറട്ടെ. തലമുറയെ കെട്ടി നിൽക്കുന്ന മയക്കുമരുന്നിൻ്റെ ശക്തികൾ മാറട്ടെ. അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകളുടെ സാധ്യത, വലിയ മഴയ്ക്കുള്ള മുഴക്കം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടികൾ വരട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും അല്ലെങ്കിൽ അതേപോലെ തന്നെ സാക്ഷ്യവും വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അതേപോലെ തന്നെ നമുക്ക് ഈ എപ്പിസോഡുകളെ സഹായിക്കാൻ 2024 തയ്യാറാകുന്നവർ നിങ്ങളും ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരുണ്ട്. തുച്ഛമായ പൈസ 2 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിയും. നിങ്ങൾ കരം നീട്ടണമെന്ന് ഓർപ്പിക്കുന്നു. വലുത് ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കർത്താവ് ആ നിധിഗുപ്തങ്ങളെ തുറക്കുന്നത് പോലെ എന്നെ കാണുന്ന ചിലവർക്ക് വേണ്ടി അടഞ്ഞ മുഴുവൻ വഴികളും തുറക്കട്ടെ. അടഞ്ഞ മുഴുവൻ വാതിലുകളും തുറക്കട്ടെ. അത്ഭുതങ്ങൾ തുറക്കട്ടെ. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ മക്കൾക്കുമായിട്ട് പ്രത്യേകമായി ഒരു അറിയിപ്പ് ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ക്ഷണിക്കുന്നു. ഇതുവരെയും കയറാത്തവർ വേഗത്തിൽ തന്നെ ഈ നമ്പറിൽ വിളിച്ച് സൂം ഐഡികൾ ചോദിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിച്ചാട്ടെ. കർത്താവ് നിങ്ങളെ കൂടുതൽ മാനിക്കട്ടെ. ഈ വർഷം അധികത്തിൽ നടത്തുന്ന ഉയർന്ന തലത്തിലോട്ട് ദൈവം നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കാത്തിരിപ്പിൻ്റെ ശക്തി നിങ്ങളുടെ മേലിൽ വെളിപ്പെടട്ടെ. അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.